കൊതുമ്പൊക്കെ ഒപ്പിക്കാൻ പോവുക. അപ്പോൾ ചാച്ചൻ്റെ കുടുംബ വീട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പം തെങ്ങി കയറാനായിട്ട് ഒരാളെ വിളിക്കാനായിട്ട് പോകാം. ഒരാളല്ല, എൻ്റെ ഒരാങ്ങളെയാണ്. അപ്പോൾ അവിടെ കാണാം. അപ്പോൾ ചാച്ചനാണ് വണ്ടി ഓടിക്കുന്നത്. അവിടെ നിപ്പോണ്ടല്ലോ വഴി, അതുപോലെ അവിടെ നിപ്പോണ്ട് നമുക്ക് തെങ്ങി കയറാനുള്ള ആള്. ഇവിടെ മഴയില്ലെന്ന് പറഞ്ഞിട്ട് മഴയുണ്ട്, എന്തോ ചെയ്യാനാ. നമ്മൾ ചൂട്ടും കൊതുമ്പും ഒപ്പിക്കാൻ ഇറങ്ങിയപ്പോഴത്തേനും പണ്ടാര മഴ. ഇത്രയും നാളിന് മഴ പെയ്യണ്ട. കേറാ, ഇപ്പൊ വരും. ഇവനാണ് നമുക്ക്. വിജേഷേ ഇങ്ങോട്ട് കേറാ. അല്ല ഇങ്ങോട്ട് നോക്കണ വിജേഷേ. തെങ്ങി കയറാൻ വന്നേക്കുന്നത് നമുക്ക് ചൂട്ടും കൊതുമ്പും ഒപ്പിക്കാൻ. എന്റെ ആങ്ങളെയാണേ. ഇപ്പൊ നമ്മൾ സൈറ്റിൽ എത്താറായിട്ടുണ്ട്. നമ്മുടെ സൈറ്റ് അപ്പൊ ഈ തെങ്ങിൽ നിന്നാണ് നമ്മളിന്ന് തേങ്ങ അടത്തണം. നമുക്ക് ആറ്റാല് കൊണ്ടുപോകാനുള്ള എന്തുവായിരുന്നു, ചൂട്ടും കൊതുമ്പും. ഇവിടെ ഈ കേറാ ഇവ ധൃതിക്ക് നിൽക്കുക. കടയ്ക്ക് തിരുവാതിരക്ക് പോകാൻ വേണ്ടിട്ട് അവൻ ധൃതിക്ക് നിൽക്കുക. ഏതിലാടാ കയറാൻ പോന്നെ? ഇതിനകത്താണോ? ഇപ്പൊ ഇതിനകത്താണ് കയറാൻ പോന്നേ. ഇതാണ് ചാച്ചൻ്റെ വസ്തുവാണ് കേട്ടോ. ഇത് മൊത്തം കാട് കയറി കിടക്കുക. നമുക്കിത് ഇനി വൃത്തിയാക്കി എടുക്കണം. ഇതെല്ലാം ചാച്ചൻ്റെ വസ്തുവാണ്. അപ്പം നമ്മുടെ വിജേഷ് പാപ്പൻ തെങ്ങി കയറുവാണ്. കേറ് പാപ്പ കേറ്. വിജേഷ് പാപ്പൻ തെങ്ങി കയറിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് നിന്നാണ് നമ്മൾ തേങ്ങ അടത്താൻ പോകുന്നത് കേട്ടോ. ഏകദേശം പാപ്പയങ്ങ് എത്താറായിട്ടുണ്ട് തെങ്ങിൻ്റെ മേളിൽ. ചാച്ചൻ നിന്നാണ്ട് അവിടെ ചൂട്ടും കൊതുമ്പും ഒക്കെ പറക്കുന്നുണ്ട് കൊണ്ടുപോവാനായിട്ട്. കണ്ടോ, നമ്മളിങ്ങ് മാറിക്കോ. ചാച്ചൻ ജാനിയെ വഴക്ക് പറഞ്ഞ് ജാനി തെങ്ങിൻ്റെ കീഴിൽ കയറി നിൽക്കുന്നെന്നും പറഞ്ഞ് അങ്ങനെ എൻ്റെ ജാനി ഞാനിന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന ജാനിയാ. അങ്ങനെ വിജേഷ് അപ്പം തെങ്ങിൻ്റെ മേളിലെത്തിക്കഴിഞ്ഞു. ഒരു തേങ്ങ പോയി. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്തോ, സൂം ചെയ്തിട്ടേക്കും. വിജേഷ് അപ്പം അയ്യോ തേങ്ങ ഇവിടെ വന്ന് വീഴുന്നു. വിജേഷ് അപ്പോൾ ഓരോ തേങ്ങയും നമുക്ക് അടുത്ത് ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണുന്നില്ലായിരിക്കും, അത് ഇത്രയും പൊക്കത്താണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ ചൂട്ടും കൊതുമ്പും ഒക്കെ വീണോണ്ടിരിക്കുക. അപ്പം തേങ്ങകൾ അടത്തിക്കൊണ്ടിരിക്കുക. കണ്ടോ, വിജയശോഭൻ തേങ്ങകൾ അടത്തിക്കൊണ്ടിരിക്കുക. ഇതാ നിൽക്കുന്നു നമ്മുടെ വല്യ വച്ചാച്ച. ഇങ്ങോട്ട് നോക്ക്. വല്യ വച്ചാച്ച ഒരു ഹായ് കൊടുക്ക്. ഇതാണ്ട് ഇവിടെ എല്ലാ തേങ്ങയും ചൂട്ടും ഇഷ്ടം പോലെ ചൂട്ടും ഒക്കെ പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. വിജയശോഭ അവിടെ നിന്നൊരു ഹായ് കൊടുക്ക്. ഒരു ഹായ്, ഏറിൽ നിന്നൊരു ഹായ്. ഒരു കൊല അടത്തിയിടാൻ നോക്കുക. എടാ അത് തേങ്ങയാണെങ്കിലേ അടത്താവൂ, വെറുതെ പിന്നെ അത് മൊത്തത്തിൽ ഇനി പറിച്ചിടരുത്. വെറുതെ ഇന്നാളും ഇങ്ങനെ അടത്തി മൊത്തം കരിക്കായിരുന്നു. വെറുതെ പന്നലായിപ്പോയി. തേങ്ങയായിട്ട് അടത്തിയാൽ മതി. ചാച്ച കുലുക്കിയൊക്കെ നോക്കുക തേങ്ങയാണോന്ന്. അത് ശരിയാ, നമ്മൾ അങ്ങോട്ടായോണ്ട് നാട്ടുകാർ കൊണ്ടുപോകും.
തേങ്ങ എടുത്ത് ഫ്രിഡ്ജിലോ? ബ്ലഡ് അമ്മ എന്തുവാ എവിടാ? അതിനകത്ത് തേങ്ങയ്ക്ക് ബ്ലഡ്. തേങ്ങ അടച്ചപ്പോൾ അതിൽ നിന്ന് ബ്ലഡ് വന്നെന്ന്. അയ്യോ അയ്യോ. തേങ്ങയും ഇതും എല്ലാം അടത്തി ഇനി വിജയ് ഷോപ്പ രണ്ടൊന്ന് കരിക്ക് അടത്താൻ പോവുക. ആ ഒന്നേ. തേങ്ങയാന്നോ കരിക്കാന്നോ? കരിക്ക. നാലഞ്ചെണ്ണം മതി. ഒരു കൈ എനിക്ക് അമ്മക്ക് പറഞ്ഞ എനിക്ക് പറഞ്ഞു. എനിക്ക് ആ കരിക്ക് ഫുള്ളും വേണം. കരിക്കിനടി ഇവിടെ ഉള്ള തേങ്ങ ആവുന്നുള്ള എല്ലാം കൂടെ അടത്തിയാലേ തേങ്ങക്ക് എന്താ വിലയെന്നറിയാവോ? എടാ 5 കരിക്ക് മതി, 5 എണ്ണം. പിന്നെ ആവശ്യത്തിന് തേങ്ങയും കരിക്കും നമുക്ക് ആറ്റുകാൽ കൊണ്ടുപോകാനുള്ള ചൂട്ടും കൊതുമ്പും എല്ലാം എല്ലാം അടത്തിയിട്ടിട്ട് വിജേഷു അപ്പം തിരിച്ചിറങ്ങുക. ആ പോണേ. അതതിൻ്റെ ഈ ജാനി തേങ്ങേന്ന് ബ്ലഡ് വരുന്നെന്ന് പറഞ്ഞതാണ്ട് ഈ സംഭവമാണ്. അത് എന്തുവാന്നൊന്ന് എന്തുവല്ലവാ ഇത്? ഈ തേങ്ങക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നേ നിധിയല്ല. എന്നെ കൊണ്ടൊന്ന് പറയിക്കല്ലേ കേട്ടോ. നമ്മുടെ ചാച്ച തേങ്ങയും കൊതുമ്പും എല്ലാം പറക്കുക കണ്ടോ. പാവം പൊടി പാവം ചാച്ച. എന്തുവാടാ? ഞാൻ തന്നെയാണോ വാങ്ങിച്ചേ? വിജേഷ് നാളെ യൂട്യൂബിൽ തരംഗമാകും. വിജേഷ് വാപ്പ തെങ്ങ് കയറും. വിജേഷ് വാപ്പ അതെനിക്കറിയാം. ഞങ്ങൾക്ക് നീ കയറി തരത്തോളന്ന് ഞങ്ങൾക്കറിയാം. പിന്നേടി ഇപ്പൊ തെങ്ങ് കയറാൻ ആരും ഇല്ല അങ്ങനെ. ആ ചാച്ച ഇങ്ങോട്ട് കാറെടുത്തോണ്ട് വരിക പറകിട്ടോണ്ട് പോവാനായിട്ട്. വലിയ ചാച്ച നമുക്കേ വാ ജാനി ഈ തേങ്ങയെല്ലാം ഒരിടത്താക്ക്. വാ. അത് കൊള്ളത്തില്ല. ആ കൂൺ കൊള്ളത്തില്ല. തേങ്ങയും കൊതുമ്പൊക്കെ നമുക്ക് ഒരിടത്തോട്ടാക്കാം. ഒരു തേങ്ങ അല്ല, ഇത് തേങ്ങയില്ലേ, പഴുത്ത തേങ്ങയാ. പിന്നെ കൊതുമ്പ് നമുക്ക് കൊണ്ടുപോകാനുള്ള കൊതുമ്പുകൾ. ഞാൻ ഈ കൊതുമ്പുകൾ വറക്കുക. ഞാൻ ആ കൊതുമ്പുകൾ വറക്ക് വേണ്ട. ഈ ഇതൊക്കെ അതൊക്കെ പറക്കി ഒരിടത്ത് കൊണ്ടുപോയി. എൻ്റെ ജാനി പറക്കിക്കൊണ്ടിരിക്കുക. അയ്യോ, നമ്മൾ പറക്കിയിട്ട് കാണാവേ. നമ്മളിവിടെ വന്നപ്പോഴത്തേനും ജാനിക്ക് മാങ്ങ കണ്ട നമ്മുടെ മാവിൽ ഇഷ്ടം പോലെ മാങ്ങ കാച്ചിരിക്കുന്നു. അപ്പോൾ മാങ്ങ വലിയ വച്ചാച്ച മാങ്ങ പറിച്ചു കൊടുക്കുക ജാനിക്ക്. പറിച്ചോ 2 മാങ്ങ പറിച്ച്. ഭയങ്കര പുളിയാ ഇത്. പുളിച്ചി മാങ്ങയാ ഇത്. 2 തവണ കൂടെ പറയും വല്യവാ. മുളകൊക്കെ ഇട്ടിട്ട് അമ്മ മറ്റേ തുണി എഴുതുന്ന കല്ല് അടിച്ച് കഴിക്കുക. വലിയ ചേച്ച മാങ്ങ പറിക്കുക ജാനിക്ക്. കവർ നമുക്ക് എടുക്കാം. അതുകൊണ്ട് ഇത്രയും മാങ്ങയും കൂടെ പറിച്ചിട്ടുണ്ട്. പക്ഷെ ഇതേ പുളിച്ചി മാങ്ങയാ. ജാനി അധികം തിന്നത്തില്ല. ഭയങ്കര പുളിയായി മാങ്ങ. ഉപ്പും മുളകും ഇട്ട് തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ചില വീഡിയോസിൽ കാണും ഈ ഉപ്പും മുളകും ഇട്ടും ഒരു മാങ്ങ എടുത്ത് വരഞ്ഞ് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട്
നമ്മളെ ഒരു വൈറ്റ് ഏതെങ്കിലും ഒരു തുണി എടുത്ത് മറ്റേ തുണി പൊട്ടിച്ച്. അടിച്ച് ഉം. അയ്യോ അതെ അത് അല്ലാത്ത മാങ്ങ ഇത് ഭയങ്കര പുളിയാ, ഇതങ്ങനെ കഴിക്കാൻ വെക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ചാച്ചൻ വന്നിട്ട് നമുക്കിത് ഇത്രയും കെട്ടി വെക്കാവേ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആറ്റാല് പൊങ്കാലയ്ക്ക് കൊണ്ടുപോകാൻ ഇത്രയും ചൂട്ടും കൊതുമ്പും കിട്ടി. പിന്നെ ഞാൻ കുറച്ച് ഓലക്കാലും കുറച്ച് വിറവും എല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. ഞാണ്ട എന്നാ ജാനി മാണ്ട ഇതും കൂടെ ഒന്ന് കീറട്ടെ, കാണാവോ? ആ ഓക്കെ, ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. നമുക്ക് ഇതും കൂടെ തീയിരിക്കാനായിട്ട് കുറച്ച് വിറവും കൂടെ നമുക്ക് എടുക്കാം. വേറെ വിറവുണ്ടോ? വിറവ് ചിലപ്പോൾ കാണും. ഒരു പൊങ്കാലയ്ക്ക് ഇത്രയൊക്കെ മതി. ആ അമ്മാമ്മയ്ക്കും കൂടെ കൊടുക്കാം നമുക്ക്. ആ വിറകിന് കാണും. എല്ലാത്തിനും നല്ല വെയിറ്റ്. നമ്മളിപ്പോൾ വീഡിയോ സ്റ്റിക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്രയും കിട്ടുന്നത്, അല്ലെങ്കിൽ കയ്യിലിരിക്കേണ്ടി വന്നു കിടക്കുക. എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേനും മഴ പെയ്തില്ല, ആ ഭാഗ്യം. എല്ലാം ഉണങ്ങിയത് അത് ഭാഗ്യം ഗൈസ്, അത് ഭാഗ്യം. അമ്മ പറഞ്ഞത് സത്യമാണ്. നമുക്ക് ഇത്രയും തേങ്ങയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഒരിടിക്ക് തേങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ തെങ്ങിലും പിന്നെ താഴെ ഒരു തെങ്ങ് നിൽപ്പുണ്ട്, അതിനകത്തും ഉണ്ട്. അതിപ്പോൾ പറിക്കുന്നില്ല, തൽക്കാലം ഇത്രയും മതി. ഇതാ ചാച്ചൻ്റെ കുടുംബ വീട് കേട്ടോ. പക്ഷെ നമ്മളിവിടെ അല്ല, ഇതാണ് അച്ഛനും അമ്മയും, ചാച്ചൻ്റെ അച്ഛനും അമ്മയും എല്ലാം മരിച്ചുപോയി. ഇവിടെയാണ് അവരൊക്കെ താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന ഒരു ചാക്ക് എടുത്ത് അതിനകത്ത് ചാച്ചൻ എല്ലാ വിറവും ചൂട്ടും കൊതുമ്പും എല്ലാം അടുക്കി പറക്കി വെച്ച് അത് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇനി ബാക്കി ഒരുക്കങ്ങൾ കാണിക്കാമേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.